പശ്ചിമേഷ്യൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് കടക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ വീണ്ടും പിടിമുറുക്കുകയാണ് ഇറാൻ. തെല്ലുപോലും ആക്രമണങ്ങൾക്ക് അയവ് വരുത്തില്ല എന്ന ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. അതായത് വരും മണിക്കൂറിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയുമാണ് എന്നതാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ പ്രധാനമായും ലക്ഷ്യം വെക്കാൻ ഒരുങ്ങുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളെയാണ്. അതായത് കൂടുതൽ ആഗോള തലത്തിൽ ഇന്ധനക്ഷാമം കൊണ്ടുവരാനാണ് ഇവർ തയ്യാറെടുക്കുന്നത്. വരും മണിക്കൂറിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ എണ്ണ വാതക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്രമിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമായി അറിയിപ്പ് നൽകിയിരിക്കുന്നത്. സൗദി അറേബ്യയിലെ റിഫൈനറികൾ, അതേപോലെ തന്നെ ജുബൈൽ മെട്രോ കെമിക്കൽ കോംപ്ലക്സ്, അതേപോലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ തന്നെ അൽ സോഹ ഗ്യാസ് ഫീൽഡ്, ഖത്തറിലെ മിസൈദ്, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഈ കേന്ദ്രങ്ങൾ നേരിട്ടുള്ളതും നിയമാനുസൃതവുമായ ലക്ഷ്യങ്ങളുമായി തന്നെ മാറിയിരിക്കുന്നു. വരും മണിക്കൂറിൽ ഇവയും ലക്ഷ്യമിടുമെന്നും അതിനാൽ തന്നെ എല്ലാ പൗരന്മാരോടും താമസക്കാരോടും ജീവനക്കാരോടും അടക്കം ഉടൻ തന്നെ ഈ പ്രദേശങ്ങൾ വിട്ട് അവിടെ കാലതാമസമില്ലാതെ തന്നെ സുരക്ഷിതമായ ദൂരത്തേക്ക് മാറാനാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇറാൻ പുറത്തിറക്കിയ ഒരു സന്ദേശത്തിലാണ് ഈ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ തങ്ങളുടെ സൗത്ത് പാസ് ഗ്യാസ് പാടവും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കപ്പെട്ടതായി തന്നെ ഇറാൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണത്തിന് ഒരുങ്ങുന്നതായി തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഇറാനിൽ മുഷെഹർ ആണവ നിലയ സമുച്ചയത്തിൽ ഒരു പ്രൊജക്ടൈൽ പതിച്ചെങ്കിൽ പോലും ആർക്കും ഇവിടെ പരിക്കുകളോ പ്ലാന്റിന് കേടുപാടുകളോ സംഭവിച്ചിട്ടില്ല എന്നതാണ് ഇറാൻ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. അതേസമയം ഇറാന് നേരെ ഇസ്രായേലിന്റെ മാരക സ്ട്രൈക്കാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ട്രംപിന്റെ അനുമതിയോടുകൂടി തന്നെ ഇറാന്റെ പ്രകൃതിവാതക സംസ്കരണ കേന്ദ്രത്തിൽ ഇസ്രായേൽ മാരകമായ ആക്രമണമാണ് അഴിച്ചുവിട്ടതും. ഇതോടുകൂടി തന്നെ യുദ്ധം 20ാം ദിവസത്തേക്ക് കടക്കുമ്പോൾ സംഘർഷം മറ്റൊരു തലത്തിലേക്കാണ് കടക്കുന്നത്. ഇറാന്, അതായത് ഇറാന്റെ ഭരണകൂടത്തിന്റെ ശക്തി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേലും ഇവിടെ വലിയ രീതിയിൽ കരുക്കൾ നീക്കുന്നതായി തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാന്റെ 3 തലവന്മാരെയാണ് ഇസ്രായേൽ സൈന്യം ഇല്ലാതാക്കിയത്. ഇതോടെയാണ് സംഘർഷം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നതും. ഇറാന്റെ ശേഷി മുഴുവനായി തന്നെ ആക്രമിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം. ട്രംപ് ഭരണകൂടത്തിന്റെ അനുമതിക്ക് പിന്നാലെ തന്നെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലുള്ള ഇറാന്റെ പ്രകൃതിവാതക സംസ്കരണ കേന്ദ്രം വ്യോമസേന ആക്രമിച്ചതായി തന്നെ ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിലെ 1ലധികം ഇടങ്ങൾ ആക്രമണത്തിൽ തകർന്നതായി തന്നെ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ അടിയന്തര ഇടപെടലിനായി തന്നെ ഒരു സംഘത്തെ പ്രദേശത്ത് വിന്യസിപ്പിച്ചിരിക്കുകയാണ് എന്നും തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ ഇവർ ഏർപ്പെട്ടതായി തന്നെ റിപ്പോർട്ടിൽ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.